നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മോഷണക്കേസിൽ 47 ക്രിമിനൽ കേസുകളിൽ പ്രതികളായ അങ്കമാലി സ്വദേശികളായ 5 പേർ പിടിയിൽ. ഓഗസ്റ്റ് 31-ന് കൊരട്ടി തിരുമുടിക്കുന്നിലെ വീട്ടുവളപ്പിലെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ വില വരുന്ന ജാതിക്കായ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് പൂക്കളമിടാനും ബുദ്ധിമുട്ടേണ്ട. ഒറിജിനൽ പൂക്കളെയും വെല്ലുന്ന രീതിയിലുള്ള റെഡിമെയ്ഡ് പൂക്കളങ്ങളാണ് ഓണം വിപണിയിലെത്തിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട 0480 കലാ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ രാസലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ URF വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. 24,434 പൂക്കളങ്ങളിൽ രാസലഹരിക്കെതിരെ ഞങ്ങളും എന്ന സന്ദേശം നൽകിയായിരുന്നു ക്യാമ്പയിൻ. വാർത്തകൾ വിശദമായി. മോഷണക്കേസിൽ 47 ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ പിടിയിൽ. അങ്കമാലി സ്വദേശികളായ കറുകുറ്റി അമ്പാടൻ വീട്ടിൽ ജോജോ 27 വയസ്സ്, മൂന്നൂർപ്പുള്ളി കാഞ്ഞിരാമൻ വീട്ടിൽ സുജിത്ത് 23 വയസ്സ്, കിടങ്ങൂർ ആലുങ്ങപ്പറമ്പിൽ വീട്ടിൽ അഖിൽ 32 വയസ്സ്, വളവഴി പാലമറ്റം വീട്ടിൽ ആഷിഖ് 25 വയസ്സ്, മൂന്നാം പറമ്പ് പേരാട് വീട്ടിൽ വിഷ്ണു 24 വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 31-ന് ഉച്ചയ്ക്ക് കൊരട്ടി തിരുമുടിക്കുന്നിലെ വീട്ടുവളപ്പിലെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ വില വരുന്ന ജാതിക്കായ മോഷ്ടിച്ച കേസിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO അമൃതരംഗൻ, SI-മാരായ ഷാജു OG, റെജിമോൻ, ജോയ്, GASI-മാരായ നാഗേഷ്, ഷിജോ, ഷീബ, CPO-മാരായ ജാൻസി, ശ്രീജിത്ത്, മീര, ജിതിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് പൂക്കളം ഇടാനും ബുദ്ധിമുട്ടേണ്ട. വിപണിയിൽ റെഡിമെയ്ഡ് പൂക്കളം എത്തിക്കഴിഞ്ഞു. ഒറിജിനൽ പൂക്കളത്തെയും വെല്ലുന്ന രീതിയിലുള്ള റെഡിമെയ്ഡ് പൂക്കളങ്ങളാണ് ഓണം വിപണിയിൽ എത്തിയിരിക്കുന്നത്. ഓണത്തിന് പൂക്കളം ഇടാൻ ഇനി പൂക്കൾ തേടി പാടത്തും പറമ്പിലുമൊക്കെ ഇറങ്ങി പൂ ശേഖരിക്കേണ്ട. റെഡിമെയ്ഡ് പൂക്കളം എത്തിക്കഴിഞ്ഞു. നിരവധി കൃത്രിമ പൂക്കൾ വെച്ചൊരുക്കിയ പൂക്കളം ഈ ഓണക്കാലത്ത് തരംഗമായിരിക്കുകയാണ്. പൂക്കളമിട്ടാൽ മഴയത്ത് ഒലിച്ചു പോകുമെന്നോ വെയിലത്ത് വാടിപ്പോകുമെന്നോ ആശങ്കയും വേണ്ട. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും കഴിയും. ആവശ്യ സമയത്ത് മുറ്റത്ത് പൂക്കളം എടുത്തിട്ടാൽ മതി. പ്ലാസ്റ്റിക്കിലും തുണിയിലുമൊക്കെ തയ്യാറാക്കിയ പൂക്കൾ ചേർത്താണ് റെഡിമെയ്ഡ് പൂക്കളം തയ്യാറാക്കിയിരിക്കുന്നത്. 200 മുതൽ 700 രൂപ വരെ വിലയുള്ള വ്യത്യസ്ത പൂക്കളമാണ് വിപണിയിൽ ഉള്ളത്. വിദേശത്ത് പോകുന്നവരാണ് കൂടുതലായി ഈ പൂക്കളം വാങ്ങുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പൂക്കളത്തിനൊപ്പം പ്ലാസ്റ്റിക് പൂക്കളും മണ്ണിലും മരത്തിലും നിർമ്മിച്ച തൃക്കാക്കരയപ്പൻ പ്രതിമകളും മഹാബലി, വാമനൻ തുടങ്ങിയവയുടെ രൂപങ്ങളും വിൽപ്പനയ്ക്കായി വിപണിയിൽ എത്തിയിട്ടുണ്ട്. മീഡിയ ടൈം, മാള. ഇരിങ്ങാലക്കുട 0480 കലാ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തകർ പൂക്കാലം എന്ന പേരിൽ രാസലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ URF വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. 24,434 പൂക്കളങ്ങളിൽ രാസലഹരിക്കെതിരെ ഞങ്ങളും 0480 എന്ന സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു ഒരു നാടിന്റെ കൂട്ടായ ഒത്തൊരുമയുടെ വിജയമായി ഈ ക്യാമ്പയിൻ മാറിയത്. ആഗസ്റ്റ് 31-ന് രാവിലെ മുതൽ ആയിരക്കണക്കിന് പൂക്കളങ്ങളിൽ 0480 സന്ദേശം വെച്ചുള്ള ഫോട്ടോകൾ ഡിജിറ്റൽ വാട്സാപ്പിലേക്ക് ഒഴുകിയെത്തി. രാവിലെ ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്ന പൂക്കള മത്സരം മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, രാസലഹരിക്കെതിരെ വിരിയട്ടെ പൂക്കളങ്ങൾ, ബ്ലൂം അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന മഹത്തായ സന്ദേശവുമായി എല്ലാ വീട്ടുമുറ്റങ്ങളിലും പൂക്കളങ്ങളിൽ വിരിയാൻ സാധിച്ച 0480 എന്ന സംഘടനയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. എല്ലാ വീട്ടകങ്ങളിലും ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം. അത് കൃത്യമായി നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. 24,000 പൂക്കളങ്ങൾ നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമായി കരുതുകയാണ്. തുടർന്ന് 0480 വൈവിധ്യപൂർണമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MP, ജാക്സൺ, സിസ്റ്റർ ബ്ലെസി, നളിൻ S. മേനോൻ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി ആളുകൾ പങ്കെടുത്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനവും നടന്നു. URF ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർ സുനിൽ ജോസഫ് രാസലഹരി വിരുദ്ധ ക്യാമ്പയിന് URF വേൾഡ് റെക്കോർഡ് ലഭിച്ചതായി പ്രഖ്യാപിച്ചു. 0480 പ്രസിഡന്റ്
യു പ്രദീപ് മേനോന് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റും വേൾഡ് റെക്കോർഡിന്റെ ലോഗോ അടങ്ങുന്ന സാക്ഷ്യപത്രം സെക്രട്ടറി റഷീദ് കാറളത്തിനും കൈമാറി. പ്രോഗ്രാം കോർഡിനേറ്ററായ സോണിയഗിരിക്ക് URF റെക്കോർഡ് പതക്കം കൈമാറി. പൂക്കള മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി. മന്ത്രി ആർ ബിന്ദു, ബിഷപ്പ് പോളി കണ്ണുക്കാടൻ, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ, കലാനിലയം രാഘവനാശാൻ, സദനം കൃഷ്ണൻകുട്ടിയാശാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഓഫീസ് വിമുക്തി കോർഡിനേറ്റർ രാജേന്ദ്രൻ CVയെ ചടങ്ങിൽ ആദരിച്ചു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. ഐരാണിക്കുളം ഹൈസ്കൂളിലെ 1975 SSLC ബാച്ച് ഗോൾഡൻ ജൂബിലി വർഷവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. മധുരയ്ക്കും ഓർമ്മകൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 1975 അധ്യാപകനായ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ജയശ്രീ മുഖ്യാതിഥിയായിരുന്നു. എങ്കിലും വളരെയധികം ഇത്രയും പേര് ഒരുമിച്ച് പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ ഒത്തുചേർന്നതിൽ നിങ്ങളുടെ ഒത്തൊരുമയും കൂട്ടായ്മയൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പലരും ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എന്നോട് എല്ലാവരും ആദ്യം പറഞ്ഞത് വളരെയധികം പൂർവ്വ വിദ്യാർത്ഥി സമ്പത്തുള്ള ഒരു വിദ്യാലയമാണ്, വളരെ ആക്റ്റീവായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുള്ള സമൂഹത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുള്ള ഒരു വിദ്യാലയമാണ് എന്നാണ് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ആദ്യം എന്നോട് എല്ലാവരും സംസാരിച്ചത്. അധ്യാപിക ലളിത, രാജഗോപാൽ, ഉണ്ണികൃഷ്ണൻ, നന്ദകുമാർ, PP മുരളീധരൻ, നാരായണൻ എന്നിവർ സംസാരിച്ചു. ബാച്ചിന്റെ 50 വർഷം അനുസ്മരിച്ച് 50 മെഴുകുതിരികൾ തെളിയിച്ചു. തൃശൂർ ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകനായ വെള്ളാങ്ങല്ലൂർ മുത്തിരുത്തിപ്പറമ്പിൽ അംബുജാക്ഷന്റെ കൃഷിയിടത്തിലെ വിവിധയിനം പച്ചക്കറികൾ വിളവെടുത്തു. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തയിലേക്ക് വെള്ളാങ്ങല്ലൂർ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പരിധിയിലെയും സമീപ പ്രദേശങ്ങളിലുള്ള കൃഷിഭവനുകൾ നടത്തുന്ന ഓണച്ചന്തയിലേക്ക് ലഭ്യമാക്കുന്നതിനായാണ് ഇപ്പോൾ വിളവെടുപ്പ് നടത്തിയതെന്ന് അംബുജാക്ഷൻ അറിയിച്ചു. നിലവിൽ 25 ഏക്കറിലധികം സ്ഥലത്ത് വിവിധയിനം പച്ചക്കറികൾ, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്തു വരുന്നു. വെള്ളാങ്ങല്ലൂർ കൃഷിഭവന്റെ നല്ല രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് കൃഷിപ്പണികൾ നടപ്പിലാക്കുന്നത്. മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി ബീഹാറിൽ നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നൈറ്റ് മാർച്ച് മാള ടൗണിൽ നടത്തി. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി നയിച്ച മാർച്ചിന്റെ സമാപനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സോയ് കോലഞ്ചേരി ഉദ്ഘാടനവും യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ മുഖ്യപ്രഭാഷണവും നടത്തി. ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ സീറ്റിനെ പരിശോധിച്ചപ്പോ അവിടെയുള്ള 7 നിയമസഭാ സീറ്റില് 6 നിയമസഭാ സീറ്റിലും കൂട്ടി നോക്കുമ്പോൾ 32,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നേടിയപ്പോ മഹാദേവപുരം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,10,000 വോട്ടിന്റെ ലീഡ് നേടി ആ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച BJPയെ കൃത്യമായും കണക്ക് പരിശോധിച്ചപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുറിയില് 2 പേർക്ക് പോലും താമസിക്കാൻ കഴിയാത്ത ഒരു മുറിയില് 80 പേർ താമസിക്കുന്നതായി കാണിച്ച് 80 വോട്ടർമാരുടെ ഒരു മുറിയിലെ 80 വോട്ടർമാർക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നൽകി അവർക്ക് വോട്ടവകാശം നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചോദ്യചിഹ്നമാവുക. ജവഹർ ബാൽ മഞ്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൻ അൻസാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് സേവ്യർ കാരേക്കാട്ടിൽ, നിത ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KR പ്രേമ, വത്സൻ പഴുക്കര, ജിയോ കൊടിയൻ, ഷൈനി റാഫേൽ, മാഗി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മോഷണക്കേസിൽ 47 ക്രിമിനൽ കേസുകളിൽ പ്രതികളായ അങ്കമാലി സ്വദേശികളായ 5 പേർ പിടിയിൽ. ഓഗസ്റ്റ് 31-ന് കൊരട്ടി തിരുമുടിക്കുന്നിലെ വീട്ടുവളപ്പിലെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ വില വരുന്ന ജാതിക്കായ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് പൂക്കളമിടാനും ബുദ്ധിമുട്ടേണ്ട. ഒറിജിനൽ പൂക്കളെയും വെല്ലുന്ന രീതിയിലുള്ള റെഡിമെയ്ഡ് പൂക്കളങ്ങളാണ് ഓണം വിപണിയിലെത്തിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട 0480 കലാസാംസ്കാരിക സംഘടനാ പ്രവർത്തകർ രാസലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ URF വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. 24,434 പൂക്കളങ്ങളിൽ രാസലഹരിക്കെതിരെ ഞങ്ങളും എന്ന സന്ദേശം നൽകിയായിരുന്നു ക്യാമ്പയിൻ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.